കൗമുദി വളവ് സിനിമ വിവാദത്തിൽ സൈബർ പോലീസിന് പരാതി നൽകിയ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ സൈബർ ആക്രമണം നേരിടുന്നുവെന്നാണ് പരാതി. മുരളിക്കെതിരെ ഉടൻ മാനനഷ്ട കേസ് നൽകുമെന്നും സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും അറിയിച്ചു. നിതിൻ സൈബർ വിവരങ്ങളുമായി. നിതിൻ, ഇതിന്റെ നിർമ്മാതാവ് കരഞ്ഞുകൊണ്ട് കോടികളുടെ നഷ്ടമുണ്ടായ കാര്യം സമൂഹമാധ്യമത്തിലൂടെയാണ് വിശദീകരിച്ചത്. ഇതിൽ സംവിധായകന് സംവിധാനം അറിയില്ല എന്നുകൂടിയാണ് ആ പ്രതികരണത്തിലുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ തിരക്കഥാകൃത്തും സംവിധായകനും ചെയ്യാനിരിക്കുന്നത്? നിതിൻ, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണുവും പത്രസമ്മേളനം നടത്തിയിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ തന്നെ മുരളി കുന്നുംപുറത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അവർ അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെയുള്ള സൈബർ അധിക്ഷേപങ്ങളിൽ ഒരു പരാതി സൈബർ സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. എറണാകുളം സൈബർ സ്റ്റേഷനിലാണ് ഇമെയിലായി പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ അഭിഭാഷകൻ നേരിട്ടെത്തി പരാതി ഇന്ന് തന്നെ കൈമാറുമെന്നും അഭിലാഷ് പിള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അവർ പ്രധാനമായും എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസം വലിയ ഗുരുതരമായ ആരോപണമാണ് അഭിലാഷ് പിള്ള ഉന്നയിച്ചിരിക്കുന്നത്. ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള ഈ PR ആരോപണങ്ങൾക്കും മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലുള്ളത് ഉണ്ണി മുകുന്ദനാണ് എന്ന് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം അഭിലാഷ് പിള്ള ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു സൈബർ അറ്റാക്കിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തങ്ങൾ 7 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുരളി കുന്നുംപുറം തെളിയിക്കണമെന്നാണ് നിലവിൽ അഭിലാഷ് പിള്ള നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം അഭിലാഷ് പിള്ളയ്ക്കെതിരെ തങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുരളി കുന്നുംപുറത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് അഭിലാഷ് പിള്ള കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പരാതി സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെയാണ് നൽകിയിരിക്കുന്നത്. ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള PR ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു.